ഹായ് ഫ്രണ്ട്സ്, എത്ര നരച്ചിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു കെമിക്കൽ ഉപയോഗിക്കാണ്ട് നാച്ചുറൽ ആയിട്ട് മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ട്ടോ. നമുക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ് കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ എവിടെ പൊള്ളിയാലും ഒരു പാടുപോലും ഇല്ലാണ്ട് അത് പൂർണ്ണമായും ഭേദപ്പെടുത്താനായിട്ട് സാധിക്കും കേട്ടോ. അതിനായിട്ടുള്ള നല്ലൊരു ടിപ്സ് ആണ്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു തേങ്ങ എടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ചിരകി എടുക്കണം കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് ചിരകി എടുത്താണ്. ഒരു തേങ്ങയുടെ പകുതി ഉണ്ടാവും. അത് ഇതുപോലെ ചിരകി എടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായതിനു ശേഷം ആ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും തന്നെ എണ്ണയൊന്നും ചേർക്കുന്നില്ല. അത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ അത് വറുത്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് ഏത് തരത്തിലുള്ള പൊള്ളലുണ്ടെങ്കിലും ഇത് മാറ്റിയെടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ ഇപ്പൊ വേനലൊക്കെ ആയത് കാരണം സൂര്യപ്രകാശം തട്ടിയിട്ടും നമ്മുടെ സ്കിന്നിൽ പലതരത്തിലുള്ള അലർജികളും പാടുകളും തടിപ്പൊക്കെ വരാറില്ലേ. അപ്പൊ അതിനും കൂടി നല്ലൊരു മെഡിസിൻ ആണ് കേട്ടോ. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മൾ കരിയുന്ന രീതിയിൽ വരെ ഇത് വറക്കണം കേട്ടോ. കണ്ടോ, നന്നായിട്ട് കളർ മാറി ഒരു കറുപ്പ് കളർ ആവുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ വറുത്തെടുക്കണം. നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് എല്ലാ ഭാഗത്തും ഒരുപോലെ വറുത്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് നന്നായിട്ട് കറുപ്പ് കളറായപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതാണ്. എന്നിട്ട് ചെറിയ ഇതുപോലൊരു ഉരലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് തേങ്ങയും അതേപോലെ തന്നെ ആ തേങ്ങയിൽ നിന്നുള്ള എണ്ണയും കൂടി നന്നായിട്ട് അരഞ്ഞ് അതൊരു പേസ്റ്റ് രൂപത്തിലായി കിട്ടും. അതുകൊണ്ട് ഇന്ന് എണ്ണ നന്നായിട്ട് തിളങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്രീം രൂപത്തിൽ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് ഈ ഒരു കളറായിരിക്കും ഉണ്ടാവുക. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ തേങ്ങയുടെ അംശം അതേപോലെ തന്നെ അതിലുള്ള എണ്ണയെല്ലാം ഒരുപോലെ നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും. ഈ ഒരു ക്രീം രൂപത്തിലുള്ള ഈ ഒരു ഇത് നമ്മൾ ശരീരത്തിൽ എവിടെ പൊള്ളിയാലും അത് പൊള്ളിയത് എത്ര പഴക്കമുള്ളതാണെങ്കിലും അത് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാട് പോകുന്നതാണ്. പിന്നെ പൊള്ളിയതിൻ്റെ ബുദ്ധിമുട്ടും നമുക്ക് മാറിക്കിട്ടും. അതേപോലെ തന്നെ സൂര്യപ്രകാശം തട്ടിയിട്ട് സ്കിന്നിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള അലർജികൾ ഉണ്ടെങ്കിലൊക്കെ ഇത് തേച്ച് കൊടുത്താൽ മതി. ഉടനെ തന്നെ മാറിക്കിട്ടുന്നതാണ്. പിന്നെ ചൂടുകുരു കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും ഇത് ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂടുകുരു കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാറുന്നതാണ് കേട്ടോ. പണ്ട് കാലം മുതലേ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മരുന്നാണ് കേട്ടോ. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നാണ്. നമ്മൾ പൊള്ളിയ ഭാഗത്ത് ഇതുപോലെ ഒരു അല്പം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം അതൊന്ന് തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. ഇനി പൊള്ളിയതിൻ്റെ പാടില്ലാണ്ട് നമ്മുടെ സ്കിന്ന് പഴയ രീതിയിലാക്കി തരാനായിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ ഈ ഒരു മരുന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ തൊടികളുടെയും വീടിൻ്റെയൊക്കെ പരിസരത്ത് കാണുന്ന ഈ ആവാരം പൂവ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ സ്കിൻ അലർജിയൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൂവാണ്. അതേപോലെ തന്നെ ഷുഗറിന് ഏറ്റവും നല്ലൊരു മെഡിസിൻ ആണ് കേട്ടോ. അപ്പം അതിൻ്റെ പൂവ് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആ പൂവ് മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഫ്രഷ് ആയിട്ടുള്ള പൂവ് എടുത്താലും കുഴപ്പമില്ല. ഇത് എപ്പോഴും കിട്ടാൻ സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഉണക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആവാരം പൂവും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അത് ചെറു ചൂടോട് കൂടിയിട്ട് ദിവസവും വെറുവയറ്റിൽ കുടിക്കാവുന്നതാണ്. ഇത് ഷുഗറിന് മരുന്ന് കഴിക്കുന്നവർക്കും ധൈര്യമായിട്ട് കുടിക്കാവുന്നതാണ്. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. ഞാൻ കുറച്ച് വിക്സ് എടുക്കുന്നുണ്ട്. അതൊരു പാത്രത്തിൽ വെച്ച് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിക്സും കല്ലുപ്പും നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ആ ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്ത് ആ വെള്ളം ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഷോൾഡർ പെയിന് അല്ലെങ്കിൽ കഴുത്തിലുണ്ടാകുന്ന വേദനയുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് ആ ചൂടോട് കൂടിയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ വേദന മാറിക്കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ശരീരം മനസ്സും ഒരുപോലെ തണുപ്പിക്കാവുന്ന എന്നാൽ തീ കത്തിക്കാതെ തന്നെ നമുക്ക് ചോറിനുള്ള ഒരു അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഉപ്പിലിട്ട മാങ്ങയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഉപ്പിലിട്ട മാങ്ങയുടെ കൂടെ നമുക്ക് ഇനിയും എന്താ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അതേപോലെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഉപ്പിലിട്ട മാങ്ങ ആയതുകൊണ്ട് വേറെ ഉപ്പൊന്നും ചേർത്തി കൊടുക്കുന്നില്ല. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് നല്ല അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ആ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എരിവ് പോരാ എന്നുണ്ടെങ്കിൽ ഒരു അല്പം മുളക് പൊടിയും ചേർത്തി കൊടുക്കാം. ഇതൊന്നും മാത്രം മതി കേട്ടോ. എത്ര ചോറ് വേണമെങ്കിൽ ഉണ്ണാം. ഇതുപോലത്തെ കുറച്ച് ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്കൊരു ഹാങ്ങറാണ് കേട്ടോ. ഈ ഹാങ്ങറിലേക്ക് ഇതുപോലെ ആ ക്ലിപ്പുകളെല്ലാം ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര സ്പേസ് വേണോ അതിനനുസരിച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇങ്ങനെ നിങ്ങൾക്ക് ഈ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ്. ആ ഹാങ്ങർ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതുപോലുള്ള തിങ്സ് എല്ലാം നമുക്ക് ഹാങ് ചെയ്തിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കൂ. ചെറുപ്പക്കാരിലുണ്ടാവുന്ന അകാല നിരയെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഒരു കെമിക്കൽ ഉപയോഗിക്കാണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാം. അതിനായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് കടുകാണ്. ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്കൊരു ഇരുമ്പിൻ്റെ കടായിയാണ് കേട്ടോ. ഇരുമ്പിൻ്റെ കടായി തന്നെ വേണമെന്നില്ല. നല്ല അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ നല്ലൊരു പാത്രം എടുക്കാം. എന്നിട്ട് ആ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കടുകാണ് നന്നായിട്ട് പൊട്ടിപ്പൊരിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു കടുകിൻ്റെ ഇടയിൽ ഞങ്ങൾ വാങ്ങിക്കുന്ന കടുകിൽ ഒരു ഉലുവല്ല ഉഴുന്നുണ്ടാവും. ഉഴുന്നിൻ്റെ ഇതുള്ളതാണ് വൈറ്റ് കളറിൽ കാണുന്നത്. അതൊന്നും ഞാൻ എടുത്ത് മാറ്റിയിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കറുപ്പ് കളറാവുന്ന രീതിയിൽ വരെ വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ചെറിയ തീയിലിട്ടിട്ട് തന്നെ വേണം കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. മാക്സിമം നമുക്ക് എത്രത്തോളം പൊടിച്ചെടുക്കാൻ പറ്റും അത്രയും പൊടിച്ചെടുക്കാം. ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ആ കടുകിൻ്റെ ഒരു എണ്ണയും കൂടിയും ആ ഒരു ഇതിലേക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ തലയിൽ ഏത് എണ്ണയാണോ തേക്കാറുള്ളത് ആ ഒരു എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടിയൊന്നുമില്ലാത്ത രീതിയിൽ വേണത്, കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങളുടെ മുടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുടിയിലേക്ക് അത് പിടിക്കുന്നതാണ്. നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന സമയത്ത് മുടി നാച്ചുറലായിട്ടുള്ള കറുപ്പ് നാച്ചുറലായിട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നരച്ചിട്ടുള്ള മുടി ഇൻസ്റ്റൻ്റ് ആയിട്ട് കറുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഡൈ നമ്മുടെ നരച്ചിട്ടുള്ള മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഇനി വെള്ളം ആയാൽ പോലും അതൊന്നും മാഞ്ഞു പോകുന്നതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.